നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ എപ്പോഴും ചർച്ചാ വിഷയമാകാറുണ്ട്. അത് പ്രധാനമായും രാഷ്ട്രീയ നേതാക്കളുടെ വിമർശനമോ അല്ലെങ്കിൽ കത്തി നിൽക്കുന്ന ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എതിർചേരിയിലെ വനിതയുടെയോ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തകരുടെയോ പോസ്റ്റുകൾ എപ്പോഴും വൈറലാകാറുണ്ട്, ചർച്ചയാകാറുണ്ട്. ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കഴിഞ്ഞ ദിവസം സന്നിധാനത്തെത്തുകയും അദ്ദേഹം നെഞ്ചുരുക്കി അയ്യനെ കണ്ട പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലാവുകയാണ്. മുഖ്യധാര മാധ്യമങ്ങളുടെ യൂട്യൂബ് ചാനലിലോ മറ്റ് ചാനലിലോ ഒക്കെ തന്നെ ഈ വീഡിയോ വന്നപ്പോൾ അതിന് താഴെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സ്വീകാര്യത ആ വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളെ രാഹുൽ മാങ്കൂട്ടത്തിന്, അതായത് ഉയർന്നു വന്ന ആരോപണങ്ങളൊക്കെ തന്നെ വെറുതെ പൊളിന്യായങ്ങളാണ് എന്നുള്ള ഒരു ബോധ്യം സാധാരണക്കാർക്കിടയിൽ ചർച്ചയായതിനു പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടുന്ന എല്ലാ പോസ്റ്റുകളും അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന എല്ലാ വീഡിയോയ്ക്കും താഴെ പോസിറ്റീവായിട്ടുള്ള കമന്റുകൾ വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങൾ വിജയിച്ചു വരൂ, അല്ലെങ്കിൽ ഇതാണ് ഞങ്ങൾക്ക് വേണ്ട രാഹുൽ, താങ്കൾ പേടിക്കേണ്ടതില്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടെന്നൊക്കെ പറഞ്ഞ അനവധി കമന്റുകളാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഓരോ വീഡിയോയ്ക്ക് താഴെയും വരുന്നത്. എന്നാൽ അതിനെ നെഗറ്റീവായി ചിത്രീകരിക്കുന്ന കുറെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും കാണാറുണ്ട്. വിവാദത്തിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നിറഞ്ഞത് കോഴിയുടെ ചിത്രമാണ്. ചാറ്റർജി എന്ന അടക്കം വിളിപ്പേര് വരികയും കോഴി എന്ന് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടും കോഴിയുടെ കൂടെ നിന്ന് സെൽഫി എടുത്തിട്ട് ഓണം രാവിലെ രാഹുലിനോടൊപ്പം എന്ന് അടിക്കുറിപ്പിടുന്ന നിരവധി ആളുകളെ കണ്ടിരുന്നു. ഇപ്പോഴിതാ ഈ സമൂഹ മാധ്യമങ്ങൾ, സൈബർ ഇടങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പോരാളി ഷാജി അടക്കം രാഹുൽ മാങ്കൂട്ടത്തെ നിശിതമായി വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് പോലും ഇത് ഒരു എത്തും പിടിയും കിട്ടാത്ത കേസായി മാറി നിൽക്കുന്ന ഘട്ടത്തിൽ ഈ പോരാളി ഷാജി അടക്കം രാഹുലിനെ വിമർശിക്കുന്നത് പതിയെ നിർത്തിയിട്ടുണ്ട്, അത്തരം പോസ്റ്റുകളിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ താൻ സഖാത്തിയാണെന്ന് കാണിക്കാൻ ചിലർ പോസ്റ്റുകളുമായി രംഗത്ത് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഈ ഒരു പോസ്റ്റ് ചർച്ചയായതാണ്. എന്നാൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന, അതായത് ശബരിമലയിൽ അയ്യനെ കാണാനായി എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ റീഷെയർ ചെയ്തുകൊണ്ട് അതിന്റെ താഴെ ഒരു പോസ്റ്റ്, ഒരു അടിക്കുറിപ്പ് ഇട്ടിരിക്കുന്നത് സിനി ജോയി എന്ന ഫേസ്ബുക്ക് ഹാൻഡിൽ വഴിയാണ്. അയ്യപ്പൻ ചോദിക്കുകയാണ്, വത്സ എന്ത് വരമാണ് വേണ്ടത് എന്ന്. മാങ്കൂട്ടം ഉത്തരമായി നൽകുകയാണ്, മാളികപ്പുറത്തമ്മയുടെ നമ്പർ വേണം എന്നാണ് അവർ ഉത്തരമായി നൽകിയിരിക്കുന്നത്. ഇത് ശരിക്കും രൂക്ഷമായ ചിലരുടെ വിശ്വാസങ്ങളെ കൂടി ഹനിക്കുന്ന തരത്തിലുള്ള കമന്റുകളാണ് ഈ പറയുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെതിരെ ഇപ്പോൾ വിമർശനങ്ങൾ വരുന്നുമുണ്ട്. ശബരിമലയിൽ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തിയത്. ഇന്നലെ പമ്പയിൽ നിന്നും കെട്ടുനിറച്ചിരുന്നു. രാത്രി 10 മണിയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പമ്പയിൽ എത്തിയത്. പമ്പയിൽ നിന്നും കെട്ടുനിറച്ച സന്നിധാനത്തേക്ക് പുറപ്പെട്ടു. വൈകിട്ട് നട അടച്ച ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പമ്പയിലേക്ക് എത്തിയത്. ഇതിന് താഴെ, അതായത് ഇപ്പോൾ ഈ സിനി ജോ ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയായിട്ട്, സിനി നിങ്ങൾക്ക് ദൈവങ്ങളിലും ദൈവികങ്ങളിലും ദൈവ കാര്യങ്ങളിലും ഒന്നും തന്നെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട, വിശ്വാസമുള്ളവർ ഇവിടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ തീർക്കാൻ വിശ്വാസമുള്ളവരെ അധിക്ഷേപിക്കുന്ന പോസ്റ്റുകൾ ഇടാതിരിക്കാൻ ശ്രമിക്കുക. സിനിയുടെ നമ്പർ, സിനിയുടെ വീട്ടുകാരുടെ ആരുടെയെങ്കിലും നമ്പർ അദ്ദേഹം ചോദിച്ചിട്ടുണ്ടോ? അതായിരിക്കാം ഇനി സിനി ഇങ്ങനെ കുത്തി പറയുന്നത് എന്നും പറയുന്നുണ്ട്. അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരാണ് നിരവധിയായിട്ടുള്ളത്. ഏകദേശം 7000-ഓളം റീഷെയറുകളാണ് ഈ ഒരു പോസ്റ്റ് മാത്രം ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. 126-ഓളം കമന്റുകളൊക്കെ തന്നെ വരുന്നുണ്ട്. അതിൽ കൂടുതലും നമുക്കറിയാം, ഒരു പേജിന്റെ സ്വഭാവം നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലും സമാനമായിട്ടുള്ള ഇത്തരത്തിൽ വിമർശനം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ, നമുക്കറിയാം ഈ ഒരു കേസ് തുടങ്ങിയ നാൾ മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടം പോലും പ്രതീക്ഷിക്കാത്തൊരു പിന്തുണയാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. രാഹുൽ ഈശ്വർ ഒരു കോൺഗ്രസ് രാഷ്ട്രീയ ചായ്വുള്ളയാളെന്നോ അല്ലെങ്കിൽ CPM രാഷ്ട്രീയ ചായ്വുള്ളയാളെന്നോ ഒന്നുമല്ല. അദ്ദേഹത്തിന് മറ്റൊരു രാഷ്ട്രീയ ചായ്വാണുള്ളത്. മാത്രമല്ല, സമൂഹത്തിൽ ആണുങ്ങൾക്കുണ്ടാകുന്ന തിക്ത അനുഭവങ്ങളെ, സമൂഹത്തിൽ ആണുങ്ങൾ നേരിടുന്ന ഇത്തരം അനുഭവങ്ങൾക്കെതിരെ കൃത്യമായ വിമർശനം ഉന്നയിക്കുന്ന, കുപ്രചാരണങ്ങൾക്കെതിരെ പൊളിച്ചടക്കുന്ന തരത്തിലാണ് രാഹുൽ ഈശ്വർ പൊതുവെ കാണപ്പെടാറുള്ളത്. എന്നാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ നേരിട്ട് റിനി എന്ന നടിക്കെതിരെ അടക്കം വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇതേ സിനി ജോയ് തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിരുന്നു. അത് ഇങ്ങനെയാണ്: റിനി നൽകിയ പരാതിയിൽ മുൻകൂർ ജാമ്യം തേടി അമ്പലപ്പൊട്ടൻ കോടതിയിൽ പോയത്രേ. എല്ലില്ലാത്തൊരു നാക്കുണ്ടെന്ന് കരുതി പെണ്ണിന് നേരെ വായിൽ തോന്നുന്നത് മുഴുവൻ വിളിച്ചു പറഞ്ഞാൽ ഷാജനെ പോലെ ഓടേണ്ടി വരും കോടതിയിലേക്ക്. ഷാജൻ എന്ന് ഉദ്ദേശിച്ചത് ആരെന്നറിയാമല്ലോ.
അറിയാമല്ലോ. ഇനിയും ഇത് തുടർന്നാൽ ഷാജന് കിട്ടിയതുപോലെ നല്ല അടി പുറകെ വരും നാട്ടുകാരുടെ കയ്യിൽ നിന്നും. കേട്ടല്ലോ രാഹുൽ ഈശ്വർ എന്ന് ഇപ്പോൾ രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ രീതിയിലുള്ള ഫോട്ടോയൊക്കെ ഇട്ടുകൊണ്ട് അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. അത്തരമൊരു കമന്റുകൾ വരികയാണ്. ശരിക്കും രാഹുൽ ഈശ്വർ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ച ഒരാളാണ്. അതുപോലെ തന്നെ ഈ റിനി എന്ന വ്യക്തി മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു. പരാതി കൊടുക്കാൻ തയ്യാറല്ല താനും. പിന്നെ എന്തിനാണ് ആരോപണം ഉന്നയിച്ചത്? അതുകൊണ്ട് പോലീസിന് കേസെടുക്കാനും വയ്യ. ഇമാതിരി ഡബിൾ സ്റ്റാൻഡ് കാണിച്ചാൽ ആരായാലും ചോദ്യം ചെയ്യപ്പെടും. അതിന് ആൺ പെൺ വ്യത്യാസമില്ല. സ്ത്രീകളാണെന്ന് വിചാരിച്ച് ബാക്കിയുള്ളവർ മിണ്ടാതിരിക്കണോ? പിന്നെ റിനിക്കെതിരെ ഒരുപാട് പേര് വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അവർക്കെതിരെയോ ഒക്കെ തന്നെ കേസ് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ബാക്കി പറയുന്നത് ഇങ്ങനെ മൂഡ് താങ്ങി നടക്കേണ്ട ചിലരുടെ മൂഡ് താങ്ങി നടക്കേണ്ട ഗതികേട് രാഹുൽ ഈശ്വറിനില്ല എന്നൊക്കെ തന്നെ കമന്റുകൾ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മാളികപ്പുറത്ത് അമ്മയുടെ നമ്പർ ചോദിച്ചാണ് പോകുന്നത് എന്നൊക്കെ പറയുന്നതിന് താഴെ ഇത്തരത്തിലുള്ള വളരെ മോശമായ കമന്റുകളൊക്കെ തന്നെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു കമന്റ്, അതായത് വിശ്വസിക്കുന്നവർ വിശ്വസിക്കേണ്ട, വിശ്വാസികളെ ഇങ്ങനെ കുത്തിപ്പറയേണ്ട അവകാശമില്ലല്ലോ. നമ്മുടെ ഈ രാജ്യത്ത് വിശ്വാസികൾക്ക് വിശ്വസിക്കാനും അതുപോലെ തന്നെ വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം ഉണ്ട് എന്ന് ആരും മറക്കേണ്ടതില്ല. കുത്തി പറയുമ്പോൾ, പോസ്റ്റുകൾ ഇടുമ്പോൾ അത് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും. അത് സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ആരും വിചാരിക്കാതിരിക്കുകയും വേണ്ട.